അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട AP ഉസ്താദ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഈജിപ്തിൻ്റെ മണ്ണിലെത്തിയിട്ടുണ്ട്. വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈജിപ്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു നേതാവ്, ആ നേതാവിനെ പിൻപറ്റുന്ന ആളുകളുടെ അരികിലേക്ക് വരിക എന്ന് പറയുന്നത് എത്ര പ്രൗഡായ കാര്യമാണ്. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിൻ്റെ ദർഗ ഇന്ന് സിയാറത്ത് ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട AP ഉസ്താദ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും അവിടേക്ക് എത്തിച്ചേരാമെന്ന് ഏറ്റിട്ടുണ്ട്. അതായത് സന്ദേശം വന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് കാഴ്ചകളും മറ്റുമൊക്കെ നമുക്ക് കാണാം. പറ്റുന്നതുപോലെ ഞാൻ ഷൂട്ട് ചെയ്യും. എനിക്ക് പറ്റുന്ന രൂപത്തിൽ ഞാൻ ഉൾപ്പെടുത്തും ഇൻഷാ അല്ലാഹ്. അപ്പം ആ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ടാക്സി വിളിച്ച് വേഗം പോവാണ്. 5 മണിക്കാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖിനെ വരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോകണം. അപ്പോൾ ടാക്സിയിലാണ് പോകുന്നത്. അറബിയ ഉണ്ട്, പക്ഷേ നമ്മളത് തിരഞ്ഞെടുത്തില്ല. ടാക്സി എടുത്താണ്. ഊബറും സമയം എടുക്കുന്നു കണ്ടപ്പോൾ ടാക്സിക്കാരെ വിളിച്ച് അങ്ങനെ പോവാണ് ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഉണ്ട് മാഷാ അല്ലാഹ്. ഊബറിൻ്റെ ഡ്രൈവർ മാഷാ അല്ലാഹ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, സയ്യിദ് ആയിഷ, അവിടുന്ന് പിന്നെ ഇമാമുന ഷാഫിഈ, അങ്ങനെയാണ് നമുക്ക് പോകാനുള്ളൊരു കോട്ടാണ് കേട്ടോ. അവിടെ ഇടക്കൊന്ന് കാണിച്ചതാണ്. അടിപൊളി കോട്ടാണ് മാഷാ അല്ലാഹ്. ഡ്രൈവർ നല്ല ഫോൺ വിളിയിലാണ്. നമ്മളെങ്ങനെ പോകുന്നു മുന്നോട്ട്. ഇവിടെ മറ്റൊരു വഴിയുണ്ട്, ഈ ഒരു താഴോട്ട് പോകുന്ന വഴിയുണ്ട്. ഇവിടുന്ന് ആ ഒരു വഴിക്ക് പോയാൽ ബഹുമാനപ്പെട്ട സൈനബ ബീവിൻ്റെ അരികിലേക്കും ചെല്ലാൻ പറ്റും. മാഷാ അല്ലാഹ്. കോട്ട എന്ത് വലിയ കോട്ടാണ് കേട്ടോ അത്. മാഷാ അല്ലാഹ്, വലിയൊരു കോട്ടാണ് കാണുന്നത്. AP ഉസ്താദ് 3 ദിവസത്തിൽ അധികം ഇവിടെ ഉണ്ടാവുമെന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ഇതിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പം എല്ലാവരും കാരണം അഭിപ്രായങ്ങൾ അറിയിക്കുക. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട AP ഉസ്താദിൻ്റെ ആരോഗ്യത്തിനും ആയുസ്സിനും കാഴ്ച ശക്തിക്കും എല്ലാത്തിനും വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. നമ്മളെ നയിക്കുന്ന നേതാവ് അഹ്ലു സുന്നയുടെ കരുത്താണ് നമ്മുടെ AP ഉസ്താദ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണം. AP ഉസ്താദിന് ആരോഗ്യവും ആയുസ്സും എല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ, ഇസ്സത്ത് നൽകട്ടെ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് നേതൃത്വം നൽകാനുള്ള തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. മക്കാമിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ എനിക്ക് സയ്യിദ് ആയിഷ കാണിച്ചു തരാം. സയ്യിദ് ആയിഷ കാണിച്ചതാണ് പലപ്പോഴും. നമ്മൾ ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിന്റെ മക്കാമിന്റെ അടുത്ത് എത്താനായി. ഇത് ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിന്റെ ഉസ്താദിന്റെ മക്കാം. നമുക്ക് നല്ലോണം കാണിക്കാം ഇൻഷാ അല്ലാഹ്. ഞാൻ ഷാഫി ഇമാമിന്റെ നല്ല വൃത്തിയിൽ കാണിക്കാനുള്ള ആൾക്ക് ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പോഴാണ് ബഹുമാനപ്പെട്ട AP ഉസ്താദ് വരുന്നത്. അപ്പം അതും ഇതും ഒക്കുക എന്ന് പറയുന്നത് വലിയൊരു ഒക്കലാണ്. അതുകൊണ്ട് ഏതായാലും ഇപ്പാട് ചെയ്തതാണ്. ഇതാണ് ഷാഫി ഇമാമിന്റെ ഏരിയ കേട്ടോ. മാഷാ അല്ലാഹ്. മിനാരം കാണുന്നുണ്ടോ? പള്ളിന്റെ മിനാരം. ബസ് ഹബീബി. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ പാടെ നമ്മൾ നേരെ പള്ളിയിലേക്ക് പ്രവേശിച്ചതാണ് കേട്ടോ. ഈ ഒരു പള്ളി ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിൻ്റെ ദർഗക്കരികിലുള്ള പള്ളിയാണ്. ഷാഫി ഇമാമിൻ്റെ പേരിലാണ് ഈ പള്ളി അറിയപ്പെടുന്നതും. ഒരുപാട് മുത്തഅല്ലിമീങ്ങളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവരൊക്കെ AP ഉസ്താദ് വരുന്നതും കാത്തിങ്ങനെ നിൽക്കുന്നവരാണ്. AP ഉസ്താദ് എല്ലാ മുത്തഅല്ലിമീങ്ങൾക്കും സാധാരണക്കാർക്കും ആലിമീങ്ങൾക്കും ഒക്കെ ആവേശമാണ്. ഇവരൊക്കെ കാത്തു നിൽക്കുകയാണ് ബഹുമാനപ്പെട്ട AP ഉസ്താദിനെ. എല്ലാ മുത്തഅല്ലിമീങ്ങളും വ്യത്യസ്തമായ ഇടങ്ങളിലാണ് ഈജിപ്തിൽ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഒത്തൊരുമിക്കുന്ന ഒരു സമയം കൂടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് സംസാരിക്കാനുണ്ടാവും. ആ ഒരു സമയം അവർ പരസ്പരം സംസാരിക്കുകയും അതുപോലെ തന്നെ കുശലങ്ങൾ പറയുകയും അവസ്ഥകൾ ചോദിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ. നമ്മൾ ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിൻ്റെ പള്ളീൻ്റെ അടുത്ത് നിന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട AP ഉസ്താദിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതാണ് ഷാഫി ഇമാമിൻ്റെ ദർഗയിലേക്ക് പോകുന്ന വഴി. ഇത് അടുത്തുള്ള പള്ളിയാണ്. മാഷാ അല്ലാഹ്. ദർഗ കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. ഒന്നുകൂടി ഇങ്ങോട്ട് വരും. AP ഉസ്താദ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു
നമ്മളെ ചെറിയൊരു വ്ളോഗാണ്. ഇൻഷാ അല്ലാഹ് ഡീറ്റെയിൽ ആയിട്ട് ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിനെ കുറിച്ച് നമുക്ക് ഒരു വ്ളോഗ് ചെയ്യണം. ഞാൻ അതിൻ്റെ ഓരോ സംഗതികളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അപ്പം പള്ളിയിലേക്ക് ഇതാണ് കേട്ടോ ദർഗൻ്റെ. മാഷാ അല്ലാഹ് അതൊരു കപ്പലിൻ്റെ അത് കണ്ടില്ലേ? മാഷാ അല്ലാഹ്. മേപ്പിസ്ത വരാൻ ഇനിയും സമയമുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് കാത്തു നിൽക്കുകയാണ് ഞങ്ങളെല്ലാവരും. ഒരുപാട് മുത്തഅല്ലിമീങ്ങളെ നിങ്ങൾ കണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് കുറച്ച് സുഹൃത്തുക്കൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്താണ് അഭിപ്രായങ്ങൾ പറയാനുള്ളത്? നമ്മളെ വ്ളോഗിലത്തെ സ്ഥിര സാന്നിധ്യമാണ് നിങ്ങൾ. എന്താ പറയാനുള്ളത് നിങ്ങൾക്ക് മേപ്പിസ്ത വരുന്നതിനെ കുറിച്ച്? നമ്മളെ മുത്തഅല്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ അല്ലേ? മേപ്പിസ്ത വരിക പറഞ്ഞാൽ അതെ മുത്തഅല്ലിമീങ്ങൾ തന്നെയാണ് പറയുന്നത്. നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും. എന്താണ് മേപ്പിസ്ത വരുന്നതിനെ കുറിച്ച് പറയാനുള്ളത്? വളരെയധികം സന്തോഷത്തിലാണുള്ളത്. കേരളത്തിലൊരു സമൂഹം ഉണ്ട് ഇവിടെ. അപ്പൊ ശരിക്കും നമ്മുടെ നാട്ടില് കേരളത്തില് കോഴിക്കോട് ബീച്ചിലൊക്കെ പോയ അവസ്ഥയാണ്. അതെ അതെ, അതെ ഫുള്ള് മുത്തഅല്ലിമീങ്ങളാണ്. നമ്മുടെ മുബാറക് ഉസ്താദ് ഉണ്ട്, പാട്ടുകാരനാണ്. ഒരുപാട് മുത്തഅല്ലിമീങ്ങളുണ്ട്. മാഷാ അല്ലാഹ് ഒരുപാട് ആളുകളുണ്ട്. അപ്പം എല്ലാവരും നല്ല ഹാപ്പി സന്തോഷത്തിലല്ലേ ഉസ്താദ്? മാഷാ അല്ലാഹ്. വേറെ ഉസ്താദ് ഉസ്താദ് എന്താ പറയാനുള്ളത് എപ്പിസ്താദ് വരുന്നതിനെ കുറിച്ച്? എന്താണ് പറയാനുള്ളത്? അതെ മിസർ സന്തോഷിക്കുന്നു. അതെ മാഷാ അല്ലാഹ് കുറേ ടീമുണ്ട്. വരികയാണ്. എന്താണ് പറയാനുള്ളത് ഉസ്താദ്? അതന്നെ മിസർ സന്തോഷിക്കുന്നു. نهج حياة جئنا تبصرة عن كل ضلال أعددنا بضع رسالات تحمل نورا للأجيال ولكي لا ننطفئ هلموا كي نحيي فينا الآمال نزرع قيما نمحي جهلا للجنة نسعى برضا ولكي لا ننطفئ هلم كي نحيي فينا الآمال نزرع قيما نمحي جهلا للجنة نسعى برضا آت الكف يا مسلمنا لا تغرق فالدنيا صديق الإمام الشافعي. أهلا وسهلا بكم. إمامنا الشافعي رضي الله عنه. رضي الله عنه.
منا إلى حضرة حبيبك سيدنا محمد صلى الله عليه وسلم وإلى حضرات آبائه وإخوانه من الأنبياء والمرسلين وإلى الأولياء والشهداء والصديقين والصالحين من مشارق الأرض إلى مغاربها آمين. ഒന്ന് വൈഡായിട്ട് സക്കരിയ അൻസാരി തങ്ങൾ والصالحين ولم يبق إلا أرحم الراحمين. നമ്മുടെ യാത്രാ സംഘം മാഷാ അല്ലാഹ് ഷാഫി ഇമാമിനെ സിയാറത്ത് ചെയ്തുകൊണ്ട് അവർ നഫീസ ബീവിൻ്റെ അരികിലേക്ക് തിരിക്കുകയാണ്. മാഷാ അല്ലാഹ് നമ്മുടെ വിദ്യാർത്ഥികളെല്ലാവരും ഇങ്ങനെ പോകുന്നുണ്ട്. കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ട്. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് ഒരുപാട് ആളുകളായിട്ട് നമ്മളിതാ യാത്ര ബഹുമാനപ്പെട്ട നഫീസ ബീവിൻ്റെ അരികിലേക്ക് തിരിച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ് ഒരുപാട് ആളുകളുണ്ട്. നഫീസ ബീവിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട AP ഉസ്താദിൻ്റെ കൂടെ വന്ന എല്ലാവരും പോവുകയാണ്. അതിന് ശേഷം സിയാറത്തൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിക്കുകയാണ്. ഞാൻ ഓവർ വിഷ്വലൊന്നും പകർത്തിയിട്ടില്ല. അല്ലാതെ കുറച്ച് വീഡിയോകൾ എടുക്കാനും കാര്യമൊക്കെ ഉണ്ടായിട്ട് ഞാൻ ആ ഒരു ഷോയിലായിപ്പോയി. മാക്സിമം ഉൾക്കൊള്ളിക്കാൻ പറ്റിയതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.